നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 399th day. Today 89th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 399 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 89ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 89ാമത്തെ ശ്ലോകം. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുത. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുത. മുനീശ്വരനായ ശാണ്ഡില്യ ഭഗവാൻ സത്യത്തെ സാക്ഷാത്കരിച്ച ബ്രഹ്മാനന്ദത്തെ സാക്ഷാത്കരിച്ചവനാണെങ്കിലും എപ്പോഴും ചിത്രകൂടത്തിലിരുന്ന് ഈ പുരാതന ഇതിഹാസത്തെ, ഈ ഭാഗവത കഥയെ നിത്യവും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സനകാദികൾ ലോകം മുഴുവൻ അറിയാവുന്നവരാണ്. ആ സനകാദികളാണ് ഈ കാര്യം നാരദരായിട്ടുള്ള മഹത്തുക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സനകാദികൾ പറയുകയാണ്, ചിത്രകൂടത്തിൽ ഇരുന്നു കൊണ്ട് ശാണ്ഡില്യൻ എന്ന ആ മഹാമുനി ബ്രഹ്മാനന്ദത്തെ പ്രാപിച്ചവൻ, സത്യത്തെ സാക്ഷാത്കരിച്ച ഭഗവാനെ അറിഞ്ഞവനാണെങ്കിലും നിത്യവും ഈ ശ്രീമദ് മഹാഭാഗവത കഥയെ പാരായണം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എത്ര പഠിച്ചാലും മതിവരാത്ത ആ ഭഗവാന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് മനസ്സുകളിൽ എത്തുക എന്ന് മനസ്സിലാകാതെ വീണ്ടും വീണ്ടും അതിൻ്റെ മാഹാത്മ്യം എടുത്തു പറയുകയാണ്. മഹാത്മാക്കളായിട്ടുള്ളവർ കൂടി ഇനി ഏതൊന്നും നേടിയാലാണോ ഈ ലോകത്ത് ഒന്നും തന്നെ നേടാനില്ലാത്തത്, അതാണ് ആ ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മാനന്ദം. തന്നിൽ തന്നെയുള്ള ആ ഭഗവാന്റെ സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ഈ ലോകത്തോ പരലോകത്തോ നേടേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള ആ ബ്രഹ്മാനന്ദത്തെ ലഭിച്ചു കഴിഞ്ഞ ശാണ്ഡില്യൻ തുടങ്ങിയ മഹാമുനിമാർ പോലും നിത്യവും ഈ ഭാഗവത കഥയെ അവനവൻ്റെ ആശ്രമത്തിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വര പഠതി ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.